നടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച് അപകീർത്തികരമായ ദൃശ്യങ്ങൾ പകർത്തിയ കേസിൽ പ്രതികൾക്കുള്ള ശിക്ഷാവിധി അല്പസമയത്തിനുള്ളിൽ പ്രഖ്യാപിക്കും. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ശിക്ഷാവിധി പ്രഖ്യാപിക്കുന്നത്. വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളുവെന്നും ശിക്ഷയിൽ ഇളവ് വേണമെന്നും ഒന്നാം പ്രതി പൾസർ സുനി പറഞ്ഞു. കരഞ്ഞുകൊണ്ടാണ് രണ്ടാം പ്രതി മാർട്ടിൻ കോടതിയിലെത്തിയത്. താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നും ഇതുവരെയും ഒരു പെറ്റി കേസ് പോലും തന്റെ പേരിലില്ല എന്നും മാർട്ടിൻ പറഞ്ഞു. 5.5 വർഷക്കാലം ജയിലിൽ കഴിഞ്ഞു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളുള്ള മാതാപിതാക്കളുണ്ട് തനിക്ക്. ഞാൻ ജോലിക്ക് പോയാൽ മാത്രമേ അവർക്ക് ജീവിക്കാനാകൂ. തന്റെ നിരപരാധിത്വം മനസ്സിലാക്കി കുറ്റവിമുക്തനാക്കണമെന്നാണ് മാർട്ടിൻ കോടതിയെ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും 6 പ്രതികളുടെയും ശിക്ഷാവിധി ഇന്ന് തന്നെ ഉണ്ടാകുമെന്ന് കോടതി അറിയിച്ചു. പ്രതികളോട് സംസാരിച്ചതിന് ശേഷം പങ്കാളിത്തം അനുസരിച്ചല്ലേ ശിക്ഷ വേണ്ടത് എന്നായിരുന്നു കോടതിയുടെ ചോദ്യം. ഗൂഢാലോചന തെളിഞ്ഞാൽ എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്. യഥാർത്ഥ കുറ്റവാളി പൾസർ സുനിയാണ്. മറ്റുള്ളവർ കുറ്റകൃത്യത്തിന്റെ ഭാഗമാണെന്നും കോടതി പറയുകയും ചെയ്തു. അതേസമയം ജുഡീഷ്യൽ നടപടിക്രമങ്ങളെ മോശമായി ചിത്രീകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കോടതി വാദം കേൾക്കൽ ആരംഭിച്ചത്. അഭിഭാഷകരുടെയും മാധ്യമപ്രവർത്തകരുടെയും ഭാഗത്തുനിന്ന് കോടതി നടപടികളെ തടസ്സപ്പെടുത്തുന്നതോ മോശമായി ചിത്രീകരിക്കുന്നതോ ആയ പ്രവൃത്തികൾ ഉണ്ടാകരുത് എന്നാണ് ജഡ്ജി ഹണി എം വർഗീസ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്.